നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇന്നലെ ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ട് സമ്മാനിക്കുകയുണ്ടായി. അതിൽ ഫിഫ ഫെയർ പ്ലേ അവാർഡ് കൊടുത്തത് തിയാഗോ മായക്കാണ്. അറിയണം തിയാഗോ മായയെ. 2016 ഒളിമ്പിക്സിൽ ബ്രസീലിനോടൊപ്പം നെയ്മർ ജൂനിയർ നയിച്ച ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഗോൾഡ് മെഡൽ നേടിയ താരമാണ്. ആ തിയാഗോ മായക്ക് ഫിഫ ഫെയർ പ്ലേ അവാർഡ് കൊടുത്തത് കളിക്കളത്തിലെ പ്രകടനത്തിനല്ല, മറിച്ച് ഏതൊരു അത്ലറ്റിനും ഓഫ് ദി ഫീൽഡിൽ മാതൃകയാക്കാവുന്ന ഒരു സംഭവത്തിനാണ്. മാതൃകയായ ഒരു സംഭവത്തിനാണ്. അത്ലറ്റിനെന്നല്ല, ഏതൊരു മനുഷ്യനും മാതൃകയാണ് തിയാഗോ മായ. അദ്ദേഹം അന്ന് വലിയ രൂപത്തിൽ ബ്രസീലിൻ്റെ ഒരു ഭാഗത്തെ പിടിച്ചുകുലുക്കിയ ഒരു ഫ്ലഡ് ഉണ്ടായിരുന്നു. റിയോ ഗ്രാൻഡെ ഡു സുളിലെ ആ ഒരു ട്രാജഡിയുടെ സമയത്ത് അദ്ദേഹം അങ്ങ് മുന്നിട്ടിറങ്ങി ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറി അദ്ദേഹം വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെയും അതുപോലെ മൃഗങ്ങളെയും ഒക്കെ അദ്ദേഹം രക്ഷപ്പെടുത്താൻ മുന്നിൽ നിന്നു. അങ്ങനെ അതിൻ്റെ വീഡിയോ അന്ന് വലിയ രൂപത്തിൽ വൈറലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഫുട്ബോൾ നിർത്താനൊക്കെ ചിന്തിച്ചാണ്. വല്ലാത്ത രൂപത്തിൽ ഈ ഒരു പ്രശ്നം തന്നെ ബാധിച്ചിരുന്നു, ആ ഒരു ഫ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ഒരു മനുഷ്യനായ തനിക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല. ഒറ്റ മനുഷ്യനും അത് നോക്കി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് താൻ അത്തരമൊരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് എന്ന് പിന്നീട് തിയാഗോ മായ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് പർട്ടിക്കുലർലി വലിയ രൂപത്തിൽ വൈറലായിരുന്നത്. അദ്ദേഹം എടുത്ത് ചാടി പോയി ഒരു പ്രായമായ സ്ത്രീയെ തൻ്റെ പുറത്ത്, തൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഏറ്റിക്കൊണ്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ തുഴഞ്ഞ് മുന്നോട്ട് വന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ അത് വലിയ രൂപത്തിൽ വൈറലായി. വലിയ രൂപത്തിലുള്ള അഭിനന്ദനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഒടുവിൽ ഫിഫയും അത് റെക്കഗ്നൈസ് ചെയ്യുന്ന കാഴ്ച അദ്ദേഹത്തിന് ഫിഫ ഫെയർ പ്ലേ അവാർഡ് സമ്മാനിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യത്വത്തിൻ്റെ പ്രതിരൂപമാണ് തിയാഗോ മായ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.